വളരെ രസകരമായ ഒരു വീഡിയോ കണ്ടു കേട്ടോ. അതായത് ഓഗസ്റ്റ് 25-ാം തീയതിയാണ് നബിദിനം. നമ്മുടെ മലപ്പുറം കാക്കാമാര് വിചാരിച്ചു ഓഗസ്റ്റ് 15-നാണ് നബിദിനമെന്ന്. ദേശീയ പതാകയൊക്കെ ഉയർത്തി എന്നിട്ട് അവര് ചൊല്ലിയതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നാണ്. കാരണം വന്ദേമാതരം ഒന്നും പാടാൻ പറ്റില്ല, ഹറാമല്ലേ. അപ്പൊ പിന്നെ നമുക്ക് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഒരു ദേശീയ ഗാനമാകാം, ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം ഇസ്ലാമിന്റെ കാൽ കീഴിൽ വരുമല്ലോ. അങ്ങനെയാണല്ലോ ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പാടാൻ പറ്റിയ ഒരു ദേശീയ ഗാനം ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി പാടിത്തുടങ്ങും. ഇത് മൊത്തം നബിയെ ട്രോളിക്കൊണ്ടുള്ള ഒരു ദേശീയ ഗാനമാണ് കേട്ടാ. ഗുരു നബിനായകനോരെ മർഹബ ഭാഗ്യ സദാത കൊരുടായ സലാത്ത് സലാമുകളാലെ കൽബകമുള്ളിൽ നിത്യ തിരുനബി ഭൂലോകത്തിൻ നേതാവായിട്ടുള്ളൊരു നിധിയെ ഇഹപര സുന്ദര മണിയെ സുന്ദര്യാമിന പൂവേ ത്വാഹ ജയമണി ത്വാഹ ഇഹപര ഗുരു നബിനായകനോരെ മർഹബ ഭാഗ്യ സലാത്ത നബിയേ 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 നബി 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 നബിയേ. നമുക്ക് ആ ദേശീയ ഗാനം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിരിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നമുക്കതിനോടൊരു ആദരവാണ്, ബഹുമാനമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ് നമ്മളുടെ ദേശീയ ഗാനം. ആ ദേശീയ ഗാനത്തെ ഏതൊക്കെ രൂപത്തിലാണ് ഇവർ വക്രീകരിച്ചിരിക്കുന്നത് നോക്കി. എന്നിട്ടൊരു ഒരു പുൽക്കുടി പോലും അനങ്ങിയിട്ടില്ല. ഒരാളൊരു കേസ് പോലും കൊടുത്തിട്ടില്ല ദേശീയ ഗാനത്തെ. നബിയുടെ പേരിൽ ഉണ്ടാക്കിയ ദേശീയ ഗാനവുമായിട്ട് അതേ ടോണിൽ എടുത്തിട്ട് ഇത്രയധികം അപമാനിച്ചിട്ട് ഒരു കേസുമില്ല, ഒരു കംപ്ലൈൻറ്റുമില്ല, ആർക്കും എവിടെയും വിമർശിക്കാനുമില്ല. എന്തായിരുന്നാലും ചിലരെങ്കിലും ഇവരുടെ ഈ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് വളരെ അഭിമാനപൂർവ്വം പറയട്ടെ. കാരണം നമ്മുടെയൊക്കെ ഇത്രയും പരിശ്രമങ്ങൾ എന്തിനു വേണ്ടിയാ? ഈ ഇസ്ലാം എന്ന് പറയുന്ന തട്ടിപ്പാകുന്ന വൈറസിനെ ഒന്ന് ബോധവൽക്കരണം നടത്തുക എന്നതാണ്. ഇവരുടെ കൂടെ നടന്ന് ഇവരുടെ സകലമാന തെണ്ടിത്തരങ്ങളും മനസ്സിലാക്കിയ നമ്മുടെ ബ്രഹ്മാനന്ദ സ്വാമി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഞാനും അദ്ദേഹവും ഒക്കെ ഒരുപാട് കോർത്തിട്ടുണ്ട്, പരസ്പരമൊക്കെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ ഫിനോയിൽ രമേശൻ എന്നൊക്കെ കളിയാക്കി വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യനോടും സ്ഥായിയായിട്ടുള്ള ഒരു പിന്തുണയോ അതല്ലെങ്കിൽ ഒരു വെറുപ്പോ വിദ്വേഷമോ സഹകരണമോ ഒന്നും എനിക്കില്ല. എല്ലാം വിഷയാധിഷ്ഠിതമാണ്. അദ്ദേഹം അന്ന് എന്നെ വിമർശിച്ചപ്പോൾ ഞാനും തിരിച്ച് വിമർശിച്ചു. ഞാൻ എൻ്റെ മതത്തെ പഠിച്ച് വിമർശിച്ചപ്പോൾ അദ്ദേഹം ആ മതത്തെ താലോലിക്കുകയും ആ മതത്തെ അദ്ദേഹം അനുകൂലിച്ചു കൊണ്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ വസ്തുനിഷ്ഠമായി ചില യാഥാർത്ഥ്യങ്ങൾ തുറന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ സഞ്ചരിച്ചതിനേക്കാൾ 5 വർഷം പുറകോട്ടായിരുന്നു അദ്ദേഹം. ഇപ്പോൾ 5 വർഷത്തിന് മുമ്പ് ഞാൻ എന്തായിരുന്നു എത്തിച്ചേർന്നിരുന്നത്, അതേ രീതിയിൽ ഇന്ന് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം മത ഭീകരന്മാർ എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും തഥൈവ എന്നതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഇടതനും വലതനും ഭരിച്ചു മുടിച്ച ഭാരതത്തിന്റെ ഗതികെട്ട ഒരു സാഹചര്യം. ഇന്ന് വി ഡി സതീശൻ ഭരിക്കുമ്പോൾ വന്ദേ മാതരം മുഴങ്ങുമോ? ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ലീഗാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കേട്ടു നോക്കാം. നമ്മളുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15-ാം തീയതി അത് എത്രത്തോളം വികലമാക്കി മാറ്റാമോ അത്രത്തോളം വികലമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്. ഇത് കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഇപ്പോൾ കയറി നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ പാദങ്ങളിലാണ്. അതിൽ നിന്നും വിട്ടൊരു അസ്തിത്വം കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആയതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് കാർക്കിച്ചു തുപ്പുമ്പോൾ വായും പൊളിച്ച് കോളാമ്പിയായിട്ടിരിക്കാനുള്ള ഒരു സ്റ്റാറ്റസ് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. അതിന്റെ ഫൈനൽ ഔട്ട്കം അതെന്താണെന്ന് ആദ്യം താമസിയാതെ കാലം തെളിയിക്കും. പാർലമെന്റ് പാസ്സാക്കിയ നിയമം അതിനെ ഉല്ലംഘിച്ചുകൊണ്ട്
വന്ദേ മാതരത്തെ വലിയ രൂപത്തിൽ അപമാനിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. ഇതിന് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. കാരണം ജനഹിതം അതിന് മാപ്പില്യം കൊണ്ടാണ് ഇപ്പോ BJP സർക്കാർ ഭരിക്കുന്നത്. ആ സർക്കാർ മാറട്ടെ, അല്ലെങ്കിൽ പാർലമെന്റിലൂടെ ചർച്ച ചെയ്യാൻ പറ്റുമല്ലോ. നിയമത്തെ നിയമമായിട്ട് കാണാം. നിയമത്തിന്റെ ഒപ്പം നിന്നുകൊണ്ടാണ് നിയമത്തെ മറികടക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നിയമലംഘനമാണ്. കോടതികളിലേക്ക് പോകുന്ന സമയത്ത് ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നിയമലംഘനമാണ്. കോടതിയോട് നമ്മൾ വാദിക്കും, അവർ കുറ്റപത്രം വായിക്കും, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ടോ, അതില്ലെന്ന് പറയും. അപ്പൊ മറ്റേ ഭാഗം പറയും ചെയ്തു എന്ന് പറയും. നമ്മൾ നിയമത്തിന്റെ തലമുടി നാലെടുത്ത് ചീന്തി 2 4 8 പകരാക്കി പരിശോധിച്ച് അതിനുള്ള അവകാശം നമുക്കുണ്ട്. വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അപമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. കോടതിയെ വിമർശിക്കാം, കോടതിയെ അപമാനിക്കരുത്. ഭരണഘടനയെ വിമർശിക്കാം, ഭരണഘടനയെ അപമാനിക്കരുത്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തെ വിമർശിക്കാം, അപമാനിക്കരുത്. പക്ഷെ ഇന്നലെ കേരളം കണ്ടത് വളരെയധികം ഒരു തേർഡ് റേറ്റ് അപമാനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാർ. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ പരിപൂർണമായിട്ടും ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്, നമ്മുടെ പണ്ടൊക്കെ വൈക്കം വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം അവിടെ കണ്ടത് ഇങ്ങനെ തിരിച്ച് ഡിസ്ക് തുടങ്ങുമ്പോൾ ആ ശബ്ദങ്ങൾ വരും, കിഴികിരുന്ന ശബ്ദത്തിൽ വരും. ആരോ പാടുന്ന ഏറ്റുമാടുകയാണ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. അതാണ് ഇപ്പോൾ കോൺഗ്രസ് സാങ്കേതികയിൽ എത്തി നിൽക്കുകയാണ്. അതേ സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് അവിടെ കോൺഗ്രസ്സുകാർ തന്നെയാണല്ലോ ഉള്ളത്. അവിടുത്തെ സർക്കാർ, ജമ്മു കാശ്മീരിലെയും ജാർഖണ്ഡിലെയും സഖ്യ സർക്കാരുകൾ അവരെല്ലാവരും വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചു. അതും നമ്മൾ കേട്ടതാണ്. എന്നാൽ കേരളത്തിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരത്തിന് ഒരു വരി പോലും പാടാൻ കോൺഗ്രസ് ലീഗ് സർക്കാർ തയ്യാറായില്ല. അഥവാ ലീഗ് അതിന് സമ്മതിച്ചില്ല. കാരണം അതിനകത്ത് ദേവി എന്നൊരു വാക്കുണ്ട്, ദേവൻ എന്നൊരു വാക്കുണ്ട്. ഭാരതം അമ്മയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തെ അമ്മയായി കാണാൻ, ഭാരതത്തെ ദേവിയായിട്ട് കാണാൻ ഞങ്ങൾക്ക് പറ്റൂലോ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവർ കുറ്റം പറയുന്നത് വെറുതെയല്ല. അവശിഷ്ടങ്ങളല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്നത് വെറുതെയല്ല. ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെല്ലില്ല എന്ന് അനാവശ്യമായിട്ട് ചെറ്റേമ തട്ടി വഴക്കുണ്ടാക്കിയിട്ടാണ് പിരിഞ്ഞു പോയത്. ഒരെണ്ണം ബംഗ്ലാദേശിലേക്ക് പോയി, ഒരെണ്ണം പാകിസ്ഥാനിലേക്ക് പോയി. ബാക്കി അവശേഷിക്കുന്നതിനാണ് അവശിഷ്ടം എന്ന് പറയുന്നത്. അവരാണ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. ഈ ഭാരതത്തിൽ, ഈ ഹിന്ദുസ്ഥാനത്തില് ദേവീ ദേവന്മാരെ അല്ലാതെ ആരെയാണ് പ്രകീർത്തിക്കുക? ഈ ഭാരതത്തെ മുള്ളുകളുടെ മുട്ടമ്പം എല്ലാത്തിനെയും ഈശാവാസ്യം ഇതം സർവം വ്യക്തി ജഗത്യാം ജഗത്, ഈശാവാസ്യം, ഈശ്വരനൈസേഷൻ, ഈ കാണുന്ന കേൾക്കുന്നതും ഉണ്ട് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുന്ന എന്തിനും നമ്മൾ ഈശ്വരനെ കാണുന്നു. പക്ഷെ ഞങ്ങൾ അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ഇടങ്ങളിലേക്ക് പോകാനാണ് അവരോട് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അതാണ് മറ്റു പലരും ചെയ്യുന്നത്, ഞാനല്ല മറ്റു പലരും ചെയ്യുന്നത്. ഇതിനൊരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ കേരളത്തിലെ സംഭവത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, അതല്ലെങ്കിൽ കോൺഗ്രസ്, അവരല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് ഇവിടെയുള്ള ലീഗ്, അതുപോലെ പ്രസ്ഥാനങ്ങൾ അവർ നാട് നശിപ്പിക്കും, അവരുടെ ദേശീയതയില്ല എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞതിനാണ് അവരുടെ അടിമകളൊക്കെ കൂടിയിട്ട് എനിക്കെതിരായിട്ട് ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഈ 10ാം ക്ലാസ് പഠിച്ച വിവരമുണ്ടല്ലോ, അത് വെച്ച് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇവരുടെ പോക്ക് RSSന്റെ കാൽച്ചുവട്ടിലേക്കാണ്. അതിനോടൊപ്പം നീങ്ങാൻ എനിക്ക് പറ്റില്ല. ഇവിടെ പലരും ചോദിക്കും, സ്വാമി ഇപ്പൊ BJP ആയോ? ഞാൻ ഒരിക്കലും ഒന്നും ആയിട്ടില്ല, ഒന്നേ ആയിട്ടുള്ളൂ. തൃപ്പൂർ എന്ന സ്ഥലത്ത് ഒരു നായർ യുവാവിന്റെയും ഒരു നായർ സ്ത്രീയുടെയും മകനായിട്ട് ജനിച്ചു. ഒരു നായർ യുവാവിന്റെയും നായർ സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചു. ഞാൻ BJPയുടെ മകനായിട്ടല്ല ജനിച്ചത്, CPIയുടെ മകനായിട്ടല്ല ജനിച്ചത്, കോൺഗ്രസിന്റെ മകനായിട്ടല്ല ജനിച്ചത്, BJPയുടെ മകനായിട്ടല്ല ജനിച്ചത്. ഞാൻ ഒരു പുരുഷന്റെയും സ്ത്രീയുടെ മകനായിട്ടല്ല ജനിച്ചത്. ഇദ്ദേഹം ഇത് ഇപ്പോൾ തുറന്നു പറയുന്നത് ഇദ്ദേഹം ഇന്ന് തികഞ്ഞ ഒരു രാജ്യസ്നേഹിയായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വന്ദേ മാതരം മുഴുവനും ആലപിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത് ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് ഉണ്ടാക്കും നിയമങ്ങൾ. അതെ, നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു, VD സതീശൻ ഒരിക്കലും ലീഗിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. മതമാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് പറഞ്ഞ് ലീഗിനെ നിയന്ത്രിക്കാൻ VD സതീശന് സാധിക്കില്ല എന്ന് മാത്രമല്ല, ലീഗിന്റെ റാൻമൂളികളായി മാത്രം പാണക്കാട്ട് ബിരിയാണിയും തിന്ന് കയ്യും തുടച്ചു പോകാനല്ലാതെ VD സതീശനെ കൊണ്ട് ഈ രാജ്യത്ത്, ഈ കൊച്ചു കേരളക്കരയിൽ മതേതരത്വം എന്താണ് എന്ന് കാണിക്കാൻ എഴുതി വായിക്കേണ്ടി വരും. അല്ലാതെ അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിക്കില്ല എന്ന് വന്ദേ മാതരവും സ്വാതന്ത്ര്യ ദിനവും വീണ്ടും തെളിയിക്കുകയാണ്. അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അല്ലാഹു അക്ബർ പറഞ്ഞുമാണോ ദേശീയ പതാക ഉയർത്തേണ്ടത്? ഇപ്പോഴും ജിന്ന കേരളം വിട്ടു പോയിട്ടില്ല. നന്ദി.